ഹലോ ഗായ്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സ്കൂളിലേക്ക് പോകുന്ന തവണ ഇന്നും ഞങ്ങൾ ഇതിലൂടെ തന്നെയാണ് പോകുന്നത്. മറ്റേ സ്ഥലത്തും കൂടി നമുക്ക് പോകാൻ പറ്റും. അവിടെ കല്ല് കെട്ടാണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ സ്ഥലമാണെങ്കിൽ നിങ്ങൾ പറയണം കേട്ടോ കമൻസിലൂടെ. അപ്പോൾ ഞങ്ങൾക്ക് നിങ്ങളുടെ സ്കൂളിൻ്റെ പേരെന്താണ്? എൻ്റെ സ്കൂളിൻ്റെ പേര് നവഭാരതാണ്. നിങ്ങളുടെ സ്കൂളിൻ്റെ പേരെന്താണെന്ന് പറയണം. അപ്പം ഞങ്ങൾ ഇതിലൂടെ തന്നെയാണ് പോകൽ. ഇപ്പോഴും എന്നും ഞങ്ങൾക്ക് ബസ്സൊന്നുമില്ല. ഇവിടെ കുറച്ചൊന്ന് പോയാൽ എത്തും. മറ്റേ വഴി കൂടിയും കുറച്ചൊക്കെ പോയാൽ എത്തും. പക്ഷെ അവിടെ കല്ല് വെട്ടണം നിർത്തിയാൽ ഞങ്ങൾക്ക് അതിലൂടെ ഒക്കെ പോകാൻ പറ്റും. നിങ്ങൾക്കും കല്ല് വെട്ടുന്ന സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ പറയണം. അപ്പം ഞങ്ങൾ എല്ലാ ദിവസവും ഇതിലൂടെ തന്നെയാണ് പോകുക. നിങ്ങൾ ഇതിലൂടെ പോകുന്നുണ്ടാവില്ലേ? ഞങ്ങൾ ഇതിലൂടെ എപ്പോഴും പോകലുണ്ട്. എവിടെ പറഞ്ഞാൽ എവിടെ. ഇനി ഒരു സ്ഥലമുണ്ട്, കയറ്റം കൊണ്ട് കയറ്റാണ്. കുറച്ച് കഴിയുമ്പോൾ ക്ഷീണിക്കുന്ന കയറ്റമാണ്. ഞാനും എൻ്റെ ഉമ്മച്ചിയും അതിലൂടെ പോകുമ്പോൾ നല്ല കയറ്റമാണ്. നല്ല കയറ്റത്തിലൂടെ കുറച്ചൊക്കെ ഇങ്ങനെ പോകുമ്പം ഇങ്ങനെ ചില നേരത്തെ ഞാനൊരു ബാഗ് പിടിക്കുമ്പോൾ എനിക്ക് ക്ഷീണിക്കും. എൻ്റെ ഉമ്മച്ചി ബാഗ് പിടിച്ചാൽ ഉമ്മച്ചിക്കും ക്ഷീണിക്കും. പിന്നെ അത് ഈ ചെടി എന്ന് പറഞ്ഞാൽ ഒരു ചെടിയാണ്. ഞങ്ങളെപ്പോഴും പറിക്കലുണ്ട് കേട്ടോ. നല്ല രസമുള്ള ചെടിയാണ്. നിങ്ങൾക്കും അറിയില്ല, ആ ചെടി പണ്ടൊക്കെ നമ്മൾ കളിച്ചാലുള്ളൊരു ചെടിയല്ല. ഞാനും കളിക്കുന്ന ചെടിയാണ്. അതുകൊണ്ട് ബോറടിക്കുമ്പോൾ ഒക്കെ ചില നേരത്തെ ആണ്ട് കടിക്കും. അപ്പം കടിക്കുന്നല്ല കേട്ടോ പറഞ്ഞ്, കളിക്കുന്നതാണ് പറഞ്ഞത്. നിങ്ങൾ കേട്ടത് കടിക്കുന്നു. ഒരു നായൊക്കെ പോകുന്നുണ്ട്. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ? ചെറിയൊരു നായല്ല, വലിയ നായാണ്. ഞങ്ങൾ ഇപ്പോൾ ഇവിടെ എത്താനായിരുന്നു. എൻ്റെ സ്കൂളിലേക്ക് എത്താനാണ്. പിന്നെ കുറച്ചും കൂടി നമുക്ക് പോകണം. കുറച്ചും കൂടി തന്നെ പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഇങ്ങനത്തെ സ്കൂളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വരണം. ഞങ്ങൾ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് പോവുക. ഇവിടെ വാഴത്തോട്ടാണോന്നൊന്നും അറിയാത്തപ്പോൾ കുറേ വാഴയുണ്ട്, കുറേ ചെടിയുണ്ട്, കുറേ മരങ്ങളുണ്ട്, കുറേ ഓലുണ്ട്, കുറേ മുള്ളുണ്ട്. എല്ലാവിധ സാധനങ്ങളും ഇവിടെ തന്നെയാണ് വെച്ച്. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് പ്രയാസമൊക്കെ ഉണ്ട്. ഈ കാലത്ത് എപ്പോഴും ഇങ്ങനെ അലക്കും. എന്താണെന്ന് അറിയാം, നായാണോ പൂച്ചയാണോ എന്താ കൊണ്ടാണെന്ന് മനസ്സിലാവില്ല. എപ്പോഴും അങ്ങനെ തന്നെയാണ്. ഞങ്ങൾ എപ്പോഴും അവിടുത്തെ ചുള്ളിക്ക കണ്ടില്ലേ? ഇപ്പോൾ കാട്ടി തന്നെ അത് ചുള്ളിക്കാണ്. പിന്നെ പൂമ്പാച്ചങ്ങളൊക്കെ പോകുന്നില്ല. ഒരു വെള്ള പൂമ്പാറ്റ പോകാനുണ്ടല്ലോ, അവിടെ പിന്നെ ഇതായി പൂവ് കാണുന്നുണ്ടല്ലോ. അപ്പോൾ കുറേ പൂ മാത്രമേ ഉള്ളൂ. അതേത് പൂവല്ല, പിന്നെ ചുള്ളിക്ക. അവർക്ക് ആ കയറ്റം കൂടി കയറുമ്പോൾ അവിടെ ഒരു ചുള്ളിക്ക മരം കാണും. അതുകൂടി കാട്ടിക്കാനുണ്ട്. അപ്പം ഇങ്ങനെയാണ് ഹോം വീഡിയോ, കുറേ വീഡിയോസ് വരും. ഇതിനാണ് ടൂറ് പോകുന്ന വീഡിയോസ്, മദ്രസയിലേക്ക് പോകുന്ന വീഡിയോസ്, അത് കുറേ വീഡിയോസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങളോ അങ്ങനെയൊക്കെ പോകുന്നുണ്ടെങ്കിൽ പറയാൻ. മദ്രസത്തെ വീഡിയോ ഒക്കെ ഇടും. നിങ്ങളിപ്പോൾ വീഡിയോ ഞങ്ങളുടെ കണ്ടിട്ടുണ്ടാവുമല്ലേ? നാളെ വീഡിയോൻ്റെ പേര് നിങ്ങൾക്ക് അറിയാം, ഒന്ന് അടിച്ചു നോക്കണം കേട്ടോ. ഞങ്ങളുടെ വീഡിയോൻ്റെ പേര് ഇഷ അന്നുമോളെന്നാണ്. നിങ്ങളൊന്ന് അടിച്ചു നോക്കണം. അപ്പം നിങ്ങൾക്ക് അതിന് കുറേ വീഡിയോസ് കാണാൻ പറ്റും. ഈ വീഡിയോസ് കുറേ വീഡിയോസ് കാണാൻ പറ്റും. പിന്നെ നിങ്ങൾക്കും ഈ വീഡിയോസൊക്കെ കാണണമെങ്കിൽ നിങ്ങളൊന്ന് അടിച്ചു നോക്കിയാൽ മതി. ഇപ്പം ഞങ്ങളുടെ ക്യാറ്റ് എത്തിയിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ കേട്ട്. എൻ്റെ പൊന്നെ എത്ര വെയിച്ചുണ്ട്. ഇപ്പോൾ വീഡിയോയിലായതുകൊണ്ടാണ് ഇത്ര ചെറിയ ക്യാറ്റ്, പക്ഷെ നല്ല വലിയൊരു ക്യാറ്റാണ്. ക്യാറ്റാണാണോ നമുക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല അല്ലേ? പക്ഷെ ഒരു ക്യാറ്റാണ്. അത് പിന്നെ നമ്മളുടെ സ്കൂളിലെത്തിയിട്ടുണ്ട്. അതാ അവിടെ സ്കൂളിനോട് വായിച്ചു. ഇതാണൊരു പൂവ് കണ്ടില്ലേ? ഇത് താലൊക്കെ കുടിക്കാൻ പറ്റുന്ന പൂവാണ്. എനിക്ക് ഇഷ്ടമുണ്ട്. അത് നമ്മൾ താനൊക്കെ കുടിക്കും. എൻ്റെ സ്കൂളെത്തിയല്ല, സ്കൂളെത്തി.
അപ്പം ഞങ്ങൾക്കും സ്കൂളിലൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഈ സ്കൂളിൽ പാടുതാണ്. അപ്പോൾ ഞങ്ങൾ ഈ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. എൻ്റെ സ്കൂളിലെ ക്ലാസ് ഒന്നും പറയണ്ട, ഒക്കെ എൻ്റെ ദൂരെയാണ്. അതുകൊണ്ട് ഫോണിൻ്റെ കയ്യിൽ ഫസ്റ്റ് ഡി ആണ്. അതാണ് ഞാൻ പറഞ്ഞത്. അതാണ് ഇപ്പം നമുക്ക് എപ്പോഴും സ്കൂളിലൊക്കെ സ്കൂളിൽ കഴിഞ്ഞൊക്കെ ചെയ്ത് സ്കൂളിൽ ഇടയ്ക്ക് പോയിട്ടുണ്ടാവില്ലേ. സ്കൂളിൽ വന്നൊരു വഴിയാണ് കണ്ടത്. സ്കൂളിൽ എത്തി. ഞാനിപ്പോൾ ഫോണിൽ ഇങ്ങനെ പറയുമ്പോൾ